നമഃ. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം സ്കന്ദായ നമഃ. ഹര ഹരോ ഹര ഹര. ഓം വജത്ഭുവേ നമഃ. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണാണ്. ആരെങ്കിലൊക്കെ ഉണ്ടോ? കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസുരകാണ്ഡമാണ്. മായാജാലക്കാരിയായ മായ എന്നുള്ള ആ ഒരു ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പോൾ നമ്മളത് വായിക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ പറയാൻ വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വിഭാഗത്തിലാണെങ്കിലും നല്ലവരും ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, തെറ്റ് ചെയ്യുന്നവരും ഉണ്ട് അല്ലേ. ചിലരുടെ സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യുന്നവരായിരിക്കും. എന്നാലും മനഃപൂർവ്വം എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് തെറ്റ് തന്നെ. അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് പാപം തന്നെയാണല്ലേ. അപ്പം അതുകൊണ്ട് ആണ് എല്ലാവരോടും പറയേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് എന്നായാലും ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കേണ്ടവരാണ് നാം എല്ലാവരും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അത് ചെയ്യുക. നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ സത്യം വിളിച്ച് പറയുന്നത് തെറ്റില്ല. അത് നമ്മൾ അവരുടെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ സത്യം വിളിച്ച് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അത് നേർവഴിയെ ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണെങ്കിലും നാമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. മനസ്സിലായോ? അപ്പം അത് മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ചിലർ എന്തെങ്കിലും ചില തെറ്റുകൾ ചെയ്യുന്ന അവരുടെ സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്തു പോകുന്നവരുണ്ട്. അവർ തീർച്ചയായിട്ടും ഭഗവാനോട് ക്ഷമാപണം ചെയ്യുക, ഭഗവതിയോടാണെങ്കിൽ ആ ക്ഷമാപണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്നിട്ട് വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം അതിലൂടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നന്മ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഈ ലോകം എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെയാണ്. കാരണം കലികാലത്തിൽ നമുക്ക് കൂടുതലായിട്ടും എന്താ പറയുക, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിനെക്കാട്ടിലും കൂടുതലായിട്ട് നെഗറ്റീവ് പീപ്പിൾസ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമുക്ക് ഒരുപാട് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് കുറേ പോസിറ്റീവ് വളരെയധികം കുറഞ്ഞു വരികയാണ്. അപ്പം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. എത്ര പേര് നമുക്ക് പോസിറ്റീവിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത്രയും പേര് നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം ഏത് വിഭാഗത്തിലാണെങ്കിലും നല്ലവരും ഉണ്ട്, അതുപോലെ കൊള്ളാത്തവരും ഉണ്ട്. ഇപ്പം ദേവന്മാരിലാണെങ്കിലും നല്ലവരും ഉണ്ട്, കൊള്ളാത്തവരും ഉണ്ട്. അസുരന്മാരിലാണെങ്കിലും നല്ലവരും ഉണ്ട്, കൊള്ളാത്തവരും ഉണ്ട് അല്ലേ. അപ്പം ഏത് വിഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നന്മയുള്ളവരും ഉണ്ട്, നല്ല മനസ്സുള്ളവരും ഉണ്ട്, അതുപോലെ ദ്രോഹം ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും അത് തരണം ചെയ്ത് നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആ രീതിയിൽ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അതെല്ലാവരും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം നമുക്കിന്ന് വായിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുരകാണ്ഡമാണ്. അസുരകാണ്ഡത്തിലെ മായാജാലക്കാരിയായ മായ എന്നുള്ള ഭാഗമാണ്, സ്കന്ദപുരാണത്തിലെ ഈ ഒരു ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പം ഞാനിത് വായിക്കാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക കേട്ടോ. ദേവേന്ദ്രന്റെ അപേക്ഷപ്രകാരം ദേവഗുരുവായ വ്യാഴഭഗവാൻ അസുരകുലോത്ഭവത്തെക്കുറിച്ച് പറയാൻ ആരംഭിച്ചു. അപ്പോൾ ദേവേന്ദ്രന്റെ അപേക്ഷ പ്രകാരം ദേവഗുരുവായിട്ടുള്ള വ്യാഴഭഗവാൻ അസുരകുലോത്ഭവത്തെ, അതായത് അസുരകുലത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണ്. 66 കോടി അസുരന്മാരുടെ ചക്രവർത്തിയായ അസുരേന്ദ്രൻ മംഗളകേശി എന്ന പേരുള്ള രാക്ഷസിയെ വിവാഹം ചെയ്തു. അപ്പം 66 കോടി അസുരന്മാരുടെ ചക്രവർത്തിയായിട്ടുള്ള അസുരേന്ദ്രൻ മംഗളകേശി എന്ന പേരുള്ള ഒരു രാക്ഷസിയെ വിവാഹം കഴിക്കുകയാണ്. ആ രാക്ഷസ ദമ്പതിമാർക്ക് സുരസ എന്ന പേരായ ഒരു പുത്രി ജനിച്ചു. ആ രാക്ഷസ ദമ്പതിമാർക്ക് സുരസ എന്ന പേരായിട്ടുള്ള ഒരു പുത്രി ജനിക്കുകയാണ്. സുരസ വളർന്നു വലുതായപ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യൻ അവളെ സർവ്വവിധ മായാജാലങ്ങളും അഭ്യസിപ്പിച്ചു. സുരസ പിന്നീട് മായ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം ഈ സുരസ വളർന്നു വലുതായ സമയത്ത് ശുക്രാചാര്യരാണ് അസുര ഗുരു എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ശുക്രാചാര്യർ ആ സുരസയെ ഒരുപാട് സർവ്വവിധത്തിലുള്ള മായാജാല വിദ്യകളും അഭ്യസിപ്പിക്കുകയാണ്. അങ്ങനെ ആ സുരസ പിന്നീട് മായ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അസുരന്മാരുടെ ശക്തി ക്ഷയിച്ചു വരുന്നതും സുരന്മാരുടെ ശക്തി അഭിവൃദ്ധിപ്പെടുന്നതുമായ ഒരു കാലമായിരുന്നു അത്. ആയതിനാൽ ശുക്രാചാര്യർ തന്റെ ശിഷ്യയോട് പറഞ്ഞു. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാരുടെ ശക്തിയെല്ലാം വളരെ ക്ഷയിച്ചു വരികയും അതുപോലെ തന്നെ ദേവന്മാരുടെ ശക്തി മാത്രം എന്ത് ചെയ്യുകയാണ്, ഉയർന്നു വരികയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് ശുക്രാചാര്യൻ തന്റെ ശിഷ്യയോട് പറയുകയാണ്, അസുര രാജപുത്രി, മഹാവിഷ്ണുവാലും ദേവേന്ദ്രനാലും അനേകം താപസ വര്യന്മാരാലും അനേക കോടി അസുരവീരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. നിന്റെ പിതാവായ അസുരേന്ദ്രനും ശക്തിയും സമ്പത്തും നഷ്ടപ്പെട്ട് വിഷമിക്കുകയാണ്. അസുരകുലത്തെ സംരക്ഷിക്കേണ്ട ദൗത്യം നീ ഏറ്റെടുക്കണം. നീ നിന്റെ ശരീര സൗന്ദര്യത്താൽ കശ്യപ മഹർഷിയെ വശീകരിച്ച് കാമിപ്പിച്ച് പുത്ര സൗഭാഗ്യം നേടിയെടുക്കണം. ആ പുത്രന്മാർക്ക് അസുരകുലത്തിന്റെ പ്രതാപ ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കാനാവൂ. ശുക്രാചാര്യരുടെ ഉപദേശം ശിരസാ വഹിച്ച് മഹാമേരു പർവ്വതത്തിന്റെ ഉത്തരദിക്കിലുള്ള വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന കശ്യപ മഹർഷിയെ ദർശിക്കുന്നതിനായി യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഈ അസുര കുലത്തിന്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യര് ഈ മായയോട് പറയുകയാണ്, നീ സുരസ എന്ന് പറഞ്ഞ ഈ മായയോട്, സുരസ എന്നും മായ എന്നും 2 പേരുണ്ട്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അസുര കാളിയുണ്ട്, ദേവകാളിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു അസുര കുലത്തിന്റെ ആ ഒരു ദേവിയാണ് ഈ മായ, അല്ലെങ്കിൽ ഈ പറയുന്ന സുരസ എന്ന് പറയുന്നത്. അപ്പൊ ഈ സുരസയോട് അതായത് ഈ ശുക്രാചാര്യര് പറയുകയാണ്, നമ്മുടെ അസുരകുലമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദേവന്മാരെല്ലാവരും ചേർന്ന് അസുരകുലത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് നീ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്യപ മഹർഷിയെ വശീകരിക്കുക, എന്നിട്ട് കശ്യപ മഹർഷിയിൽ നിന്ന് പുത്രന്മാരെ സമ്പാദിക്കുക. ആ പുത്രന്മാരായിരിക്കും നമ്മുടെ അസുരകുലത്തെ സംരക്ഷിക്കുന്നത് എന്നിങ്ങനെ കശ്യപ മഹർഷി സുരസയോട് പറയുകയാണ്, അങ്ങനെ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ശുക്രാചാര്യരുടെ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ട് മഹാമേരു പർവ്വതത്തിന്റെ ഉത്തരദിക്കിലുള്ള വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന കശ്യപ മഹർഷിയെ ദർശിക്കാനായി ഈ മായ പുറപ്പെടുകയാണ്. കശ്യപ മഹർഷി തപസ്സനുഷ്ഠിക്കുന്ന വനത്തിൽ മായ എത്തിച്ചേർന്നു. അവൾ അവിടെ മനോരമ്യങ്ങളായ പൂങ്കാവനങ്ങളും മണൽ കുന്നുകളും താമരപ്പൊയ്കകളും സുഗന്ധോദ്യാനങ്ങളും തരുലതാദികളും തന്റെ മന്ത്രശക്തിയാൽ സൃഷ്ടിച്ചു. വസന്തം വന്നണഞ്ഞ മലവനത്തിൽ തേന്നുകരാൻ കരിവണ്ടുകൾ എത്തി. മാന്തളിരുകളുണ്ട്, മധുരഗീതങ്ങൾ പാടാൻ കുയിലുകൾ എത്തി. വർണ്ണപ്പീലികൾ വിടർത്തി സുന്ദര നൃത്തമാടാൻ മയിലുകളും അണിനിരന്നു. അപ്പം അവിടുത്തെ ആ ഒരു ഭംഗി, ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു ഭംഗിയെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. തപോനിഷ്ഠയിൽ നിന്നുണർന്ന കശ്യപമുനി മാനസോല്ലാസം നൽകുന്ന പ്രകൃതി ഭംഗി കണ്ട് ആശ്ചര്യപ്പെട്ടു. താൻ നിൽക്കുന്ന കാനനം ദേവലോകമാണോ കുബേരപുരിയാണോ എന്ന് ഒരു നിമിഷം കശ്യപ മഹർഷി സംശയിച്ചു. വസന്തർത്തുവിലേക്കുള്ള പെട്ടെന്നുള്ള പ്രകൃതി മാറ്റം എപ്രകാരം സംഭവിച്ചിരിക്കാമെന്ന് കശ്യപ മുനി ചിന്തിച്ചു. അപ്പോഴതാ സൗന്ദര്യം ഉടലെടുത്ത ഒരു മാതക മനോഹരി അരയന്നപ്പിട നടയോടെ അരികിലേക്ക് അണയുന്നു. ആരായിരിക്കാം ഇവളെന്ന് മഹർഷി ആശ്ചര്യം കൂറി. അപ്പോൾ ഈ സമയത്ത് കശ്യപ മഹർഷി നോക്കുമ്പോഴേക്കും പ്രകൃതിയിലെല്ലാം വളരെയധികം മാറ്റങ്ങൾ, വസന്തം ഉണ്ടാവുകയാണ്, പൂക്കളെല്ലാം വിടർന്ന് എന്താ പറയാ, പൂക്കളെല്ലാം വീഴുകയാണ്, മന്ദമാരുതൻ തഴുകുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രകൃതിക്ക് വളരെയധികം ഒരു മാറ്റം ഉണ്ടാവുകയാണ്. അപ്പൊ ഈ സമയത്ത് കശ്യപ മഹർഷി എന്ത് ചെയ്യുകയാണ്, വിചാരിക്കുക ഇതെന്താണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്ന് കശ്യപ മഹർഷിക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ്. അങ്ങനെ കശ്യപ മഹർഷി നോക്കുമ്പോൾ അവിടെ ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ മായ അവിടെ നിൽക്കുകയാണ്. കശ്യപന്റെ ഭാവം അറിഞ്ഞ മായ പറഞ്ഞു, മുനിപുങ്കവ, താപസശ്രേഷ്ഠനായ അവിടുന്ന് എന്നെ മോഹിക്കുന്നത് പാപമാണ്. ഭവാൻ തപസ്സനുഷ്ഠിച്ച് മോക്ഷഗതി പ്രാപിച്ചാലും. ആ മായാജാലകരുടെ വാക്കുകൾ താപസനിൽ ഇച്ഛാഭംഗം നിറച്ചു. അപ്പോൾ മായ പറയുകയാണ്, അങ്ങൊരു താപസ ശ്രേഷ്ഠനാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങ് തപസ്സനുഷ്ഠിച്ചാലും അങ്ങ് എന്നെ പോലെ ഒരു സ്ത്രീയെ നോക്കുന്നത് തന്നെ പാപമാണ് എന്നുള്ള രീതിയിൽ മായ സംസാരിക്കുകയാണ്. അപ്പൊ ഈ മായയുടെ ഒരു സംസാരം കേട്ടിട്ട് അത് എന്ത് ചെയ്യുകയാണ്, താപസനിൽ ഒരു ഇച്ഛാഭംഗം നിറയ്ക്കുകയാണ്. മോഹനാങ്കി, നാം ആയുഷ്കാലം മുഴുവനും തപസ്സനുഷ്ഠിച്ചാലും നിന്നെ പ്രാപിക്കാൻ കഴിയുന്നതിലുപരിയായി മറ്റൊരു മോക്ഷം നമുക്ക് ലഭിക്കാനില്ല എന്നായി കശ്യപൻ.
അപ്പോൾ കശ്യപ മഹർഷി പറയുകയാണ്, മോഹനാംഗി, നാം എത്ര കാലങ്ങളോളം തപസ്സനുഷ്ഠിച്ചാലും, ആയുഷ്കാലം മുഴുവൻ തപസ്സനുഷ്ഠിച്ചാലും നിന്നെ പ്രാപിക്കാൻ കഴിയുന്നതിലുപരിയായിട്ട് മറ്റൊരു മോക്ഷം നമുക്ക് ലഭിക്കാനില്ല എന്ന് കശ്യപൻ പറയുകയാണ്. കാരണം ആ മായക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൗന്ദര്യമാണ്, അതിസുന്ദരിയാണ് മായ. അപ്പം അതുകൊണ്ട് തന്നെ കശ്യപ മഹർഷി പറയുകയാണ്, നിന്നെ പ്രാപിക്കുന്നതിനെക്കാട്ടിലും വലുതായിട്ട് എനിക്കൊരു ഇത് കിട്ടാനില്ല എന്നുള്ള ഒരു രീതിയിൽ കശ്യപ മഹർഷി ഇങ്ങനെ പറയുകയാണ്. ചില സന്ദർഭങ്ങളിൽ മഹാഋഷിമാർ പോലും മായാമോഹസക്തരായി വഴിതെറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ മഹർഷിമാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്തരം ചാബല്യങ്ങൾ ക്ഷണികങ്ങളാണ്. അതിനാൽ തന്നെ കശ്യപ മുനിയെ നാം പരിഹസിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം ഈ കശ്യപ മുനി പറയുകയാണ്, ചില സന്ദർഭങ്ങളിലൊക്കെ മഹാഋഷികൾ പോലും മായാമോഹസക്തരായി വഴിതെറ്റിയിട്ടുള്ളെന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഭയങ്കര വലിയ ഋഷിമാര് വരെയും ചിലപ്പോ ഈ സൗന്ദര്യം, സ്ത്രീകളുടെ ആ ഒരു സൗന്ദര്യം കണ്ടിട്ട് അതിൽ വഴിതെറ്റിയിട്ടുണ്ട്. ഉർവശി, രംഭ, തിലോത്തമയൊക്കെ പോലുള്ള ദേവസുന്ദരിമാര് ചില സമയങ്ങളിൽ ഇതേപോലുള്ള ഋഷിമാരുടെ തപസ് ഇളക്കാനായിട്ട് വരും. എന്നിട്ട് അവരുടെ ആ ഒരു സൗന്ദര്യം, ആ ഒരു മാദക സൗന്ദര്യം കണ്ടിട്ട് അതില് അവർക്ക് ആ ഒരു ഇതുണ്ടാവുകയും അവരുടെ തപസ് മുറിഞ്ഞു പോവുകയും അല്ലെങ്കിൽ തപസ് ഇളകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള അവസ്ഥകൾ, ഇത്തരം ചാബല്യങ്ങൾ ഋഷിമാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കശ്യപ മഹർഷി ആലോചിക്കുന്നത്, പറയുന്നത്. അത്തരം ചാബല്യങ്ങൾ ക്ഷണികങ്ങളാണ്. അതിനാൽ തന്നെ കശ്യപ മുനിയെ നാം പരിഹസിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം മായ എങ്ങനെ വിചാരിക്കുക, അപ്പം അങ്ങനെയുള്ള ചാബല്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കശ്യപ മഹർഷിയെ അതിൽ കുറ്റം പറയാൻ സാധിക്കുകയില്ല എന്ന് മായ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി താൻ ഉത്തരദിക്കിലുള്ളവളാണെന്നും മഹാമേരു പർവ്വതത്തിന് ദക്ഷിണഭാഗത്തുള്ള ഗംഗാനദിയിൽ നീരാടുവാൻ വന്നതാണെന്നും മായ അറിയിച്ചു. മായാമോഹിതനായ മഹർഷി അവളുടെ സൗന്ദര്യത്തിന് അടിമയായി കഴിഞ്ഞിരുന്നു. ഹേ സുന്ദരി, നീ കൽപ്പിച്ചാൽ ഗംഗാനദി മുതലായ സപ്തവാഹിനികളെയും ശിവ വിഷ്ണു വാസസ്ഥലങ്ങളെയും സ്വർഗലോകം മുതലായ ദേവലോകങ്ങളെയും ആ ലോകങ്ങളിൽ വസിക്കുന്ന ദേവന്മാരെയും നിന്റെ പാദകമലങ്ങളിൽ നാം വരുത്തുന്നതാണ്. നീ കാംക്ഷിക്കുന്നുവെങ്കിൽ ത്രിമൂർത്തികളെയും ത്രിലോകവാസികളെയും ക്ഷണനേരത്തിൽ ഇവിടെ നാം വരുത്തുന്നതാണ്. നിനക്ക് ദേവാമൃതം ഭുജിച്ചാൽ അസ്യമകറ്റണോ? ദേവലോക സുന്ദരിമാർ നിനക്ക് ദാസ്യവേല ചെയ്യണോ? നിന്റെ ഏത് ആഗ്രഹവും നാം സബലീകരിച്ചു തരുന്നതാണ്. അപ്പം കശ്യപ മഹർഷി മായയോട് പറയുകയാണ്, നീ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദേവന്മാരെയും നിന്റെ കാൽച്ചുവട്ടിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തുന്നതായിരിക്കും. എല്ലാ ദേവന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നീ പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ദാസ്യവേല ചെയ്യാൻ വേണ്ടിയിട്ട് ദേവലോക സുന്ദരിമാരെ വരെ, ഈ പറഞ്ഞ ഉർവശി, രംഭ, തിലോത്തമ ഇങ്ങനെ ഇത്യാദി ദേവസുന്ദരിമാരെ വരെ പോലും ഞാൻ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തുന്നതായിരിക്കുമെന്ന് മായയോട് കശ്യപ മഹർഷി പറയുകയാണ്. ഇപ്രകാരം കശ്യപ മുനി മായയുടെ മുമ്പിൽ ഓരോ ജൽപ്പനകൾ നടത്തിക്കൊണ്ടിരുന്നു. ഭൗതികമായത് എന്തിനോടും ആസക്തി വർദ്ധിക്കുന്നത് അത് അലഭ്യമാണെന്ന് വരുമ്പോഴാണല്ലോ. അസുരകന്യക മഹർഷിക്ക് താൻ പ്രാപ്യയല്ലെന്നുള്ള തോന്നൽ ഉളവാക്കി നടന്നകന്നു. അതോടെ കശ്യപന് അവളെ എങ്ങനെയും കണ്ടേ മതിയാകൂ എന്നായി. അപ്പം ഇതെല്ലാം കേട്ടിട്ട് മായ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ കശ്യപ മഹർഷിക്ക് വളരെയധികം വിഷമമാവുകയാണ്. അതോടെ കശ്യപ മഹർഷി തീരുമാനിക്കുകയാണ്, എങ്ങനെയും ഈ മായയെ കണ്ടേ മതിയാവുകയുള്ളൂ എന്ന് മഹർഷി തീരുമാനിക്കുകയാണ്. സായാഹ്നത്തിലെ സ്വർണവർണ്ണ പ്രഭയിൽ മുങ്ങിക്കുളിച്ച പ്രകൃതി കശ്യപ മുനിയുടെ മനതാലിൽ കാമതാപത്തിന് തിരികൊളുത്തി. വിവശനായ മുനി 4 പാഠം മായാസുന്ദരിയെ അന്വേഷിച്ചു. നോക്കുന്ന ദിക്കുകളിലെല്ലാം അംഗചേഷ്ടകളോടുകൂടി മായാസുന്ദരി നിൽക്കുന്നതായി കശ്യപ മഹർഷിക്ക് തോന്നി. ആകാശത്ത് ചന്ദ്രബിംബം തെളിഞ്ഞു. താമര മലരുകളുടെ മുഖം കൂമ്പി. ആമ്പലുകൾ വിരിഞ്ഞു സൗരഭ്യം തൂകി. അപ്പോൾ ഈ കശ്യപ മഹർഷി നോക്കുന്നിടത്ത് എല്ലാം ഈ മായ നിൽക്കുന്നത് പോലെയാണ് കശ്യപ മഹർഷിക്ക് തോന്നുന്നത്. അപ്പൊ കശ്യപ മഹർഷി ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയും മായനെ കണ്ടേ മതിയാവുകയുള്ളൂ എന്നുള്ള ഒരു മനസ്ഥിതി കശ്യപ മഹർഷിക്ക് ഉണ്ടാവുകയാണ്. സർവാംഗങ്ങളിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സൗന്ദര്യത്തോടെ മായ വീണ്ടും മുനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആവേശഭരിതനായ കശ്യപ മഹർഷി മായയുടെ മുമ്പിൽ പരവശനായി നിന്ന് തന്നെ പതിയായി സ്വീകരിക്കണമെന്ന് അവളോട് അഭ്യർത്ഥിച്ചു. അവളാകട്ടെ മനസ്സില്ലാ മനസ്സോടെ എന്ന് ഭാവിച്ചത് സമ്മതിച്ചു. എങ്കിലും അവൾ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു.
തനിക്ക് അനുയോജ്യമാം വിധം മഹർഷിയും സുന്ദര സ്വരൂപനായി മാറണം. കൂടാതെ താൻ മാറുന്ന രൂപങ്ങൾക്കനുസൃതമായി അദ്ദേഹം രൂപപ്പെടേണ്ടതുണ്ട്. ഇതാണ് അവൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവൾ ആവശ്യപ്പെട്ടത് എന്താണ്? തനിക്ക് അനുയോജ്യമാവും വിധം മഹർഷിയും സുന്ദരനായിട്ട് മാറേണ്ടതാണ് എന്ന് പറയുകയാണ്. പ്രേമലോലനായി മാറിയിരുന്ന കശ്യപ മഹർഷി മായയുടെ കൽപ്പന അനുസരിച്ച് ഒരു ദേവകുമാരനായി രൂപം പ്രാപിച്ചു. അപ്പോൾ മഹർഷിമാർക്ക് ഏത് രൂപം വേണമെങ്കിലും പ്രാപിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ മഹർഷി എന്ത് ചെയ്യുകയാണ്? മായയുടെ ആ ഒരു ആവശ്യപ്രകാരം അതിസുന്ദരനായിട്ടുള്ള ഒരു യുവ ദേവകുമാരനായിട്ട് മാറുകയാണ്, രൂപം പ്രാപിക്കുകയാണ്. മായ വാങ്ചിയുടെ ദേവകുമാരന്റെ കരം ഗ്രഹിച്ചു. മായയാൽ നിർമ്മിക്കപ്പെട്ട മണിമണ്ഡപത്തിൽ പ്രവേശിച്ച അവർ മായാനിർമ്മിതമായ മണിമഞ്ചത്തിൽ ക്രീഡകൾ ആടി രമിച്ചു. സൂര്യൻ അസ്തമിച്ച ആദ്യ യാമത്തിൽ ശൂരപത്മാസുരൻ ഭൂജാതനായി. അപ്പോൾ അങ്ങനെ മായാൽ നിർമ്മിക്കപ്പെട്ട ഒരു മണിമണ്ഡപത്തിൽ അവർ പോവുകയാണ്. അവിടെ പോയി അവർ രാസക്രീഡകൾ ആടുകയാണ്. ആ മണിമഞ്ചത്തിൽ അവരെ ക്രീഡകൾ ആടി രമിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ച ആദ്യ യാമത്തിൽ ശൂരപത്മാസുരൻ ഭൂജാതനായി. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ആദ്യ യാമത്തിൽ ആ സമയത്ത് ശൂരപത്മാസുരൻ ഭൂജാതനാവുകയാണ്. കശ്യപ മഹർഷിയുടെയും മായയുടെയും പുത്രനായിട്ട് ഈ ശൂരപത്മാസുരൻ ജനിക്കുകയാണ്. കശ്യപ മഹർഷിയുടെയും മായയുടെയും വിയർപ്പ് തുള്ളികളിൽ നിന്ന് 30 കോടി അസുര വീരന്മാർ ജനിച്ചു. മണിമഞ്ചത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട മഹർഷിയും മായയും മൃഗരാജനായും രാജ്ഞിയായും മാറി കേളികൾ ആടി ഉല്ലസിച്ചു. രാത്രിയുടെ 2-ാം യാമത്തിൽ 1000 സിംഹമുഖങ്ങളും 2000 കരങ്ങളുമുള്ള സിംഹമുഖാസുരന് മായ മാതാവായി. സിംഹദമ്പതികളുടെ വിയർപ്പ് കണങ്ങളിൽ നിന്ന് 40 കോടി രാക്ഷസ വീരന്മാർ ഉത്ഭവിച്ചു. രാത്രിയുടെ 3-ാം യാമത്തിൽ ഗജദമ്പതികളായി രൂപം പ്രാപിച്ച് രാസകേളികൾ തുടർന്ന കളഭ ദമ്പതിമാർക്ക് 4 കൊമ്പുകളും തുമ്പിക്കരവുമുള്ള താരകാസുരൻ പുത്രനായി ജനിച്ചു. ഗജദമ്പതികളുടെ വിയർപ്പിൽ നിന്ന് 50 കോടി രാക്ഷസ വീരന്മാർ ഭൂജാതരായി. 4-ാം യാമത്തിൽ അജരൂപം പ്രാപിച്ച് കശ്യപനും മായയും സംഗമിച്ചു. ആ ബന്ധത്തിൽ നിന്ന് അജമുഖി എന്ന രാക്ഷസിയും ജനിച്ചു. അപ്പോൾ ഇവരുടെ ആ ഒരു സംഗമം പല രീതിയിൽ ഇവർ സംഗമിക്കുകയാണ്. ആ പല രീതിയിലുള്ള സംഗമത്തിലൂടെ പലതരത്തിലുള്ള അസുരന്മാര് ഉണ്ടാവുകയാണ്. അങ്ങനെ എന്താണ്? വിയർപ്പ കണങ്ങളിൽ നിന്ന് 40 കോടി രാക്ഷസ വീരന്മാർ ഉത്ഭവിക്കുകയാണ്. ഗജദമ്പതിമാരായിട്ട് രൂപം പ്രാപിച്ച് അവര് രാസകേളികൾ തുറന്ന സമയത്ത് 4 കൊമ്പും തുമ്പിക്കരവും ഒക്കെയുള്ള താരകാസുരൻ പുത്രനായിട്ട് ജനിക്കുകയാണ്. അതിനുശേഷം ഗജദമ്പതികളുടെ വിയർപ്പിൽ നിന്ന് 50 കോടി രാക്ഷസ വീരന്മാർ ഭൂജാതരാവുകയാണ്. 4-ാം യാമത്തിൽ അജരൂപം പ്രാപിച്ച് കശ്യപനും മായയും സംഗമിക്കുകയാണ്. ആ ബന്ധത്തിൽ നിന്ന് അജമുഖി എന്ന ഒരു രാക്ഷസിയും ജനിക്കുകയാണ്. പുലി, കരടി, മാൻ, കുതിര മുതലായ രൂപങ്ങളെടുത്ത മഹർഷിക്കും മായയ്ക്കും അനേകായിരം അസുരപുത്രന്മാർ ജനിച്ചു. അപ്പം പുലി അങ്ങനെ പലതരത്തിലുള്ള കശ്യപ മഹർഷിയും അതുപോലെ തന്നെ ആരാണ് ആ മായയും ഒരു പല 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 രൂപങ്ങൾ ധരിക്കുക. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, സിദ്ധികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ആ സിദ്ധികളൊക്കെ കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? പല പല രൂപങ്ങൾ ധരിക്കുകയാണ്. പുലിയായും കരടിയായും മാനായും കുതിരയായും ആനയായും ഒക്കെ പല പല രൂപങ്ങൾ ധരിച്ചുകൊണ്ട് അവര് ക്രീഡകൾ ആടുകയാണ്. ശൂരപത്മാദി അസുരന്മാരുടെ ജനനത്തിൽ അഖില ലോകങ്ങളിലും 1008 അണ്ടങ്ങളിലും ദുർലക്ഷണങ്ങൾ കാണപ്പെട്ടു. കശ്യപ മഹർഷി മായയും സ്വരൂപങ്ങൾ പ്രാപിച്ചു സന്തുഷ്ട ചിത്തരായി ഭവിച്ചു. പുത്രന്മാരെയും പുത്രിയെയും അനേകം രാക്ഷസ സൈന്യത്തെയും കണ്ടപ്പോൾ എല്ലാം മായയാൽ സംഭവിച്ചതാണെന്ന് കശ്യപ മഹർഷി മനസ്സിലാക്കി. ശൂരപത്മാദി രാക്ഷസന്മാർ മാതാപിതാക്കന്മാരെ വന്ദിച്ച് തങ്ങൾ അനുസരിക്കേണ്ട നീതിമുറകളെ കുറിച്ച് പറയുവാൻ ആവശ്യപ്പെട്ടു. കശ്യപൻ മക്കൾക്ക് ധർമ്മോപദേശം ചെയ്തു. നിങ്ങൾ തപസ്സനുഷ്ഠിച്ച് ശ്രേഷ്ഠന്മാരായി തീരേണ്ടവരാണ്. ശ്രേഷ്ഠന്മാരായവർ നേടിയെടുക്കേണ്ട സത്കർമ്മങ്ങൾ 3 അവ പതി, പശു, പാശം എന്നിവയാണ്. പതിയാകുന്നത് ഈശ്വരനും പശുവാകുന്നത് ആത്മാവും പാശമാകുന്നത് ബന്ധവുമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബലം, അനുഗ്രഹം മുതലായ 5 പ്രവൃത്തികളുടെയും ആദിനായകൻ സർവേശ്വരനായ ശ്രീ പരമേശ്വരനാണ്. അപ്പോൾ ഇവിടെ കശ്യപൻ മക്കൾക്ക് ധർമ്മോപദേശം നൽകുകയാണ്. എന്ത് പറയുകയാണ്? നിങ്ങൾ തപസ്സനുഷ്ഠിച്ചിട്ട് ശ്രേഷ്ഠന്മാരായി തീരേണ്ടതാണ്. ശ്രേഷ്ഠന്മാരായവർ നേടിയെടുക്കേണ്ടതായിട്ടുള്ള സത്കർമ്മങ്ങൾ 3 അവയെന്ന് പറയുന്നത് പതി, പശു, പാശം എന്നിവയാണെന്ന് പറയാണ്. പതിയാകുന്നത് ഈശ്വരനും പശുവാകുന്നത് ആത്മാവും പാശമാകുന്നത് ബന്ധവുമാണെന്ന് പറയുകയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബലം, അനുഗ്രഹം മുതലായ 5 പ്രവൃത്തികളുടെയും ആദിനായകൻ എന്ന് പറയുന്നത് സർവേശ്വരനായിട്ടുള്ള ശ്രീ പരമേശ്വരനാണ്.
അതുകൊണ്ടാണ് ശ്രീ പരമേശ്വരനെ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. ദേവാദിദേവനാണ് മഹാദേവൻ. അതുകൊണ്ട് തന്നെ അസുരന്മാരും ഒരുപോലെ, ദേവന്മാരും അസുരന്മാരും ഒരുപോലെ പൂജിക്കുന്ന ഭഗവാനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മഹാദേവനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുട്ടികൾക്ക് ആരുപദേശം കൊടുക്കുകയാണ്? കശ്യപ മഹർഷി ഉപദേശം കൊടുക്കുകയാണ്. എങ്ങനെയാണ് കശ്യപ മഹർഷി ഉപദേശം കൊടുക്കുന്നത്? നേരായ വഴിയിൽ കൂടി നല്ല രീതിയിൽ ഭക്തി ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് കശ്യപ മഹർഷി അവർക്ക് പറയുന്നത്. അതായത് 3 കാര്യങ്ങൾ മാത്രമേ നേടാൻ പാടുള്ളൂ. ഒന്നെന്ന് പറയുന്ന പതി, അതായത് ഒരു സ്ത്രീയുടെ പതിയായിരിക്കുക എന്നുള്ളത്. പതിയാകുന്നത് ഈശ്വരനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പറയുന്നത് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണ്. അതുപോലെ പിന്നീട് ആവശ്യമായിട്ട് വേണ്ടത് പാശമാണ്. പാശം എന്ന് പറയുന്നത് ബന്ധവുമാണ്, ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബലം, അനുഗ്രഹം എന്നിങ്ങനെ മുതലായ 5 പ്രവർത്തികളുടെയും ആദി നായകനായിട്ടുള്ള ശ്രീ പരമേശ്വരനാണ്. അങ്ങനെയുള്ള ശ്രീ പരമേശ്വരനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നല്ലൊരു രീതിയിൽ നേർവഴിയിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കശ്യപ മഹർഷി ഈ പുത്രന്മാരോട് പറയുകയാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ കൂടി ജീവരാശികൾ ഉത്ഭവിക്കുന്നു. അപ്രകാരം ജനിക്കുന്നവ വളരുന്നവ കാലാന്തരത്തിൽ മരണപ്പെടുന്നു. ജീവിതം എന്നത് വെള്ളത്തിലെ കുമിളയെപ്പോലെ ക്ഷണികമാണ്. ജീവിതത്തിൽ അനശ്വരമായി ഒന്നുണ്ടെങ്കിൽ അത് ധർമ്മമാണ്. ധർമ്മം ഇഹലോകവാസത്തിലും പരലോകത്തിലും നന്മയേകുന്നു. ഭൗതിക ഇച്ഛകൾ വെടിഞ്ഞ് പഞ്ചഭൂതങ്ങളെ നിയന്ത്രിച്ച് കഠിനമായ തപസ് അനുഷ്ഠിച്ചവരാണ് ദേവന്മാർ. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും പോലും തപസ്സനുഷ്ഠയിൽ കൂടിയാണ് ഉന്നതമായ പദവിയിലെത്തിയത്. മോക്ഷപ്രാപ്തിക്ക് തപസ്സിനേക്കാൾ ഉത്തമമായ മാർഗം ഒന്നുമില്ല. അപ്പോ ജീവിതത്തിലെ അനശ്വരമായ ഒന്നുണ്ടെങ്കിൽ അത് പറയുകയാണ്. ധർമ്മം ഇഹലോകവാസത്തിലും പരലോകവാസത്തിലും നന്മയേകുന്ന ഒന്നാണെന്ന് പറയുകയാണ്. അതുപോലെ ഭൗതിക ഇച്ഛകള്, നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരുപാട് ഇതുണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് ഒരു പരിധിവരെ നമ്മൾ അതിനെ നിയന്ത്രിച്ച്, അതിനെ വെടിഞ്ഞുകൊണ്ട്, പഞ്ചഭൂതങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ചവരാണ് ദേവന്മാരെന്ന് പറയുന്നത്. അപ്പം മഹാവിഷ്ണുവും ബ്രഹ്മദേവനും പോലും തപോനിഷ്ഠയിൽ കൂടിയാണ് ഉന്നതമായ പദവിയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ പറയുന്ന മഹാവിഷ്ണുവും ബ്രഹ്മദേവനും പോലും ഉന്നതമായിട്ടുള്ള പദവിയിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അവര് അതികഠിനമായിട്ടുള്ള അത്രയും കഠിനതയിലുള്ള ഒരു തപസ് അനുഷ്ഠിച്ചുകൊണ്ടാണ് അവര് എന്തായത്, ആ ഒരു ഉന്നത പദവിയിൽ, ഒരു മിനിറ്റ് തിളവിപ്പോയതാണ്, അങ്ങനെ ഒരു ഉന്നത പദവിയിൽ അവരെത്തിയത് എങ്ങനെയാണ്? അത്രയും കഠിനമായിട്ടുള്ള ഒരു തപസ് അനുഷ്ഠിച്ചുകൊണ്ടാണ്. ഈ പറയുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദികൾ പോലും അത്രയും ഒരു ഉന്നത പദവിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തപസ്സിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കശ്യപന് ആര് പറഞ്ഞു കശ്യപൻ ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? ആ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മോക്ഷപ്രാപ്തിക്ക് തപസ്സിനേക്കാൾ ഉത്തമമായ മാർഗമൊന്നുമില്ല. അങ്ങനെ മോക്ഷപ്രാപ്തി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തപസ്സിനെക്കാട്ടിലും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം വേറെയില്ല. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത്, നമുക്ക് ആ ഒരു മോക്ഷപദം, മുക്തിപദം ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തപസ് അനുഷ്ഠിക്കണം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് പ്രിയപുത്രന്മാരെ, ദുഷ്കർമ്മങ്ങളും അധർമ്മങ്ങളും വെടിഞ്ഞ് ഈശ്വരപാദങ്ങളെ സ്മരിച്ച് കഠിനമായ തപസ് അനുഷ്ഠിക്കുക. നിങ്ങൾ ശ്രേഷ്ഠന്മാരായി ഭവിക്കുന്നതാണ്. ഇപ്രകാരമുള്ള തത്വാർത്ഥങ്ങൾ നിറഞ്ഞ ഒരു സത്കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപുത്രന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യുക? ദുഷ്കർമ്മങ്ങളും അധർമ്മങ്ങളും എല്ലാം വെടിഞ്ഞുകൊണ്ട് ഈശ്വരപാദങ്ങളെ തന്നെ സദാ സ്മരിച്ചുകൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിക്കുക എന്ന് പറയുകയാണ്. നിങ്ങൾ ശ്രേഷ്ഠന്മാരായി ഭവിക്കുന്ന, അങ്ങനെ നിങ്ങൾ കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠന്മാരായി ഭവിക്കുന്നതാണ്. ഇപ്രകാരമുള്ള തത്വാർത്ഥങ്ങൾ നിറഞ്ഞൊരു സത്കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്രകാരമുള്ള ഒരു തത്വങ്ങൾ നിറഞ്ഞൊരു സത്കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കശ്യപ മഹർഷി അവർക്കൊരു സത്കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ശിവഭക്തിയുടെ കഥ. കടകം എന്നൊരു നഗരം. അവിടെ കുച്ചകൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളിൽ കൃത്യനിഷ്ഠ പാലിച്ചിരുന്ന ആ ബ്രാഹ്മണൻ മഞ്ജരി എന്ന സുന്ദരിയായ ബ്രാഹ്മണ യുവതിയെ വിവാഹം ചെയ്തു. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ കൗശികൻ എന്നൊരു ഉത്തമ പുത്രൻ പിറന്നു. അപ്പം കടകം എന്നൊരു നഗരം ഉണ്ടായിരുന്നു. അവിടെ കുച്ചകൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
ആ ബ്രാഹ്മണൻ മഞ്ജരി എന്ന പേരുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ബ്രാഹ്മണ യുവതിയെ വിവാഹം കഴിക്കുകയാണ്. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ അവർക്ക് കൗശികൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു ഉത്തമ പുത്രൻ പിറക്കുകയാണ്. വേദശാസ്ത്ര തത്വങ്ങൾ നന്നായി ഗ്രഹിച്ച കൗശികൻ മുക്തിക്കായി തപസ്സനുഷ്ഠിക്കുവാൻ ആഗ്രഹിച്ചു. ഒരു തടാകക്കരയിൽ അയാൾ അതിന് ഇടം കണ്ടെത്തി. കൗശികൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സർവേശ്വരനെ മാത്രം ധ്യാനിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. ശരീരബോധം തന്നെ നഷ്ടപ്പെടുമാറ് ഏകാഗ്രചിത്തനായി ഈശ്വര ധ്യാനത്തിൽ മുഴുകിയ കൗശികന്റെ ദേഹത്ത് വന്യമൃഗങ്ങൾ ശരീരമുരയ്ക്കുക പതിവായി. അപ്രകാരം മൃഗങ്ങൾ ഉരഞ്ഞ് ദേഹമാസകലം വ്രണങ്ങളായി. ഇതൊന്നും അറിയാതെ തപസ്സനുഷ്ഠിക്കുന്ന കൗശികനിൽ സംപ്രീതനായ ശ്രീ പരമേശ്വരൻ കൗശികന് വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് ശ്രീ മഹാവിഷ്ണുവിനെ നിയോഗിച്ചു. ഗരുഡാരൂഢനായി കൗശിക മുനിക്കു ദർശനമരുളിയ മഹാവിഷ്ണു മുനിയുടെ ദേഹത്തിലെ വ്രണങ്ങളെ തൃക്കൈകളിൽ തലോടി ആശ്വസിപ്പിച്ചു. തുടർന്ന് ഇപ്രകാരം അരുളി ചെയ്തു. അപ്പോൾ ഈ വേദശാസ്ത്ര തത്വങ്ങൾ നന്നായിട്ട് ഗ്രഹിച്ച കൗശികൻ എന്ത് ചെയ്യുകയാണ്? മുക്തിക്ക് വേണ്ടിയിട്ട് തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ഘോരമായിട്ടുള്ള വനത്തിലിരുന്നാണ് കൗശികൻ ഇങ്ങനെ തപസ് അനുഷ്ഠിക്കുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മൃഗങ്ങളെല്ലാം വന്നിട്ട് ഈ കൗശികനെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുകയാണ്. എന്നിട്ട് കൗശികന്റെ ശരീരത്തിലെല്ലാം ഇതുപോലെ ഒരു മുറിവ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതൊന്നും അറിയാതെ തന്നെ കഠിനമായിട്ടുള്ള തപസ്സിൽ ഈ കൗശികൻ മുഴുകുകയാണ്. അപ്പോൾ അതിൽ സംപ്രീതനായിട്ട് പരമശിവൻ കൗശികന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് കൗശികനോട് നിനക്ക് എന്ത് വരമാണ്, എന്ത് ശ്രേഷ്ഠമായിട്ടുള്ള വരമാണെങ്കിലും നിനക്ക് നൽകുമെന്ന് പറഞ്ഞിട്ട് ശ്രീമൻ നാരായണനെ, ആ വിഷ്ണു ഭഗവാനെ കൗശികന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ ഗരുഡാരൂഢനായിട്ട് വിഷ്ണു ഭഗവാൻ കൗശിക മുനിക്ക് ദർശനം അരുളുകയാണ്. മഹാവിഷ്ണു ഭഗവാൻ അങ്ങനെ മഹാവിഷ്ണു മുനിയുടെ ദേഹത്തിലെ വ്രണങ്ങളെല്ലാം തന്നെ തന്റെ തൃക്കൈ കൊണ്ട് തലോടി ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് മഹാവിഷ്ണു ഭഗവാൻ കൗശികനോട് ചോദിക്കുകയാണ്, ഇന്നു മുതൽ നീ മൃഗണ്ടു എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇന്നു മുതൽ നീ മൃഗണ്ടു എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പൊ ഇന്നു മുതൽ നീ മൃഗണ്ടു എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത്. നിനക്ക് ശ്രീ പരമേശ്വര കൃപാ കടാക്ഷം എന്നെന്നും ഉണ്ടായിരിക്കുന്നതാണ്. നിനക്ക് ശ്രീ പരമേശ്വരന്റെ കടാക്ഷം എന്നെന്നും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുകയാണ്. എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ, നിനക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. തപസ് അവസാനിപ്പിച്ച മൃഗണ്ടു മഠത്തിലേക്ക് മടങ്ങി പിതൃപാദങ്ങൾ നമസ്കരിച്ച് വിവരങ്ങൾ ഉണർത്തിച്ചു. സന്തുഷ്ടനായ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുത്രനെ ആശീർവദിച്ച് അനുഗ്രഹിച്ച ശേഷം ഇനി നീ ഒരു വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമം ആരംഭിക്കണമെന്ന് ഉപദേശിച്ചു. എന്നാൽ ഭൗതിക ജീവിതത്തിന്റെ ക്ഷണികത മനസ്സിലാക്കി കഴിഞ്ഞിരുന്ന മൃഗണ്ടു വിവാഹ ബന്ധത്തിൽ കൂടി ബന്ധനങ്ങളിൽ കുരുങ്ങി ജനന മരണങ്ങൾ വരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അറിയിച്ചു. നാശമില്ലാത്ത മുക്തി സിദ്ധിക്കുന്നതിന് തപസ്സനുഷ്ഠിക്കുവാനാണ് തന്റെ ആഗ്രഹം എന്ന് വ്യക്തമാക്കി. അപ്പോൾ മൃഗണ്ടുവിനോട് എന്ത് പറയുകയാണ്? കൗശികനോടൊപ്പം എന്ത് പറയുകയാണ്? നീ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിവാഹം കഴിക്കണം. അച്ഛൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു വിവാഹം കഴിക്കണം, എന്നിട്ട് നീ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കണം എന്ന് പറയണം. അപ്പോഴേ ഈ എന്ത് ചെയ്യുകയാണ്? ഈ ആരാണ്? കൗശികൻ അപ്പം വിചാരിക്കുകയാണ്, ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ബന്ധനമാണ്. അത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുക്തിയിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്ന ഒരു ക്ഷണികമാണ്. അപ്പം ഈ ക്ഷണികമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ കുരുങ്ങി, ആ ഒരു ബന്ധനത്തിൽ കുരുങ്ങിയിട്ട് ജന്മമരണങ്ങൾ വരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ജന്മമരണ ചക്രങ്ങളിൽ ഉഴലേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധനത്തിൽ കുടുങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നിവിടെ ആര് വിചാരിക്കുകയാണ്? കൗശികൻ വിചാരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? കൗശികൻ നാശമില്ലാത്ത മുക്തി സിദ്ധിക്കുന്നതിന് തപസ് അനുഷ്ഠിക്കുവാനാണ് തന്റെ ആഗ്രഹം എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വിവാഹ ജീവിതത്തെക്കാട്ടിലുപരി തനിക്ക് തപസ് അനുഷ്ഠിക്കാനാണ് ഇഷ്ടം എന്ന് കരുതിയിട്ട് കൗശികൻ എന്ത് ചെയ്യുകയാണ്? തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മൃഗണ്ടുന്നും അതുപോലെ തന്നെ കൗശികൻ എന്ന് 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ ബ്രാഹ്മണൻ മകനെ ആശ്രമധർമ്മങ്ങളെ കുറിച്ച് ഓർമ്മിച്ചു. പുത്ര, വർണ്ണാശ്രമ ധർമ്മപ്രകാരം ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ 4 ആശ്രമങ്ങളാണുള്ളത്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ കന്യകമാരെ സ്വപ്നത്തിൽ പോലും ഓർക്കാതെ പഠനത്തിൽ മുഴകണം. ഗൃഹസ്ഥാശ്രമത്തിൽ ഉത്തമ ഗുണമുള്ള കന്യകയെ വിവാഹം ചെയ്ത് സത്പുത്രന്മാർക്ക് ജന്മമരുളി ഭൗതിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ജീവിക്കണം.
വാനപ്രസ്ഥത്തിൽ കാനനം പൂകണം. പതിവ്രതയായ ഭാര്യയുമൊത്ത് നിത്യകർമാദികൾ ചെയ്ത് ഈശ്വരനെ പ്രാർത്ഥിച്ച് വേദശാസ്ത്രങ്ങൾ മനനം ചെയ്ത് കാട്ടിൽ കഴിയണം. സന്യാസം അനുഷ്ഠിക്കുമ്പോൾ നാട് ചുറ്റി ഭിക്ഷയാചിച്ച് ഭുജിച്ച് യോഗകർമ്മങ്ങൾക്ക് അനുസൃതമായി ജീവിക്കണം. വേദങ്ങൾ ഇപ്രകാരമുള്ള ജീവിതത്തെയാണ് ഉത്തമ ജീവിതമെന്ന് വിവക്ഷിക്കുന്നത്. ബ്രഹ്മചാരിയായ നീ ഗൃഹസ്ഥാശ്രമ വിധി പ്രകാരം ഗുണവതിയായ ഒരു കന്യകയെ വിവാഹം ചെയ്യുക. പിതാവിന്റെ വാക്കുകളെ മൃഗണ്ടു ഇങ്ങനെ പ്രതിരോധിച്ചു. പിതാവേ, മുജ്ജന്മത്തിലെ ബന്ധപാശങ്ങൾ വേരറുത്ത് ഭഗവത് തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. മഹാപാതകങ്ങളെല്ലാം ഒന്നുകൂടിയ ആത്മാവുകളെയാണ് ബ്രഹ്മദേവൻ സ്ത്രീകളായി സൃഷ്ടിക്കുന്നത്. ചഞ്ചല ഹൃദയരായ സ്ത്രീകളുടെ മായാവലയിൽ വീണുഴലുന്ന പുരുഷന്മാരാൽ ലോകത്ത് ജനനവും മരണവും ഏർപ്പെടുന്നു. ഭദ്രഹിതങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യമാരില്ലേ എന്നും ഞാൻ പറയുന്നില്ല. ഗൃഹസ്ഥാശ്രമം സുഖപ്രദമാണെങ്കിലും കാരാഗൃഹവാസത്തിന് തുല്യമാണ്. ആ കാരാഗൃഹത്തിൽ കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിതാവേ. ബ്രാഹ്മണൻ പുത്രനെ അവന്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമം തുടർന്നു. അപ്പം വീണ്ടും എന്ത് ചെയ്യുകയാണ്, ഈ മൃഗണ്ടു പറയുകയാണ് തനിക്ക് എന്താ പറയാ, അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയുള്ള ഒരിതില് ഉറച്ചു നിൽക്കുകയാണ് മൃഗണ്ടു. കാരണം വീണ്ടും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ബന്ധനമാണ്. അതിൽ കുടുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിലെ അല്ലെ മുക്തിപദം ലഭിക്കാൻ പ്രയാസമായിരിക്കും. ജന്മമരണ ചക്രങ്ങളിൽ ഉഴലേണ്ടി വരും. അതുപോലെ തന്നെ ചഞ്ചല ഹൃദയരായിട്ടുള്ള സ്ത്രീകളുടെ മായാവലയിൽ വീണുഴലുന്ന പുരുഷന്മാർക്ക് ലോകത്ത് പുരുഷന്മാരെ എന്ത് ചെയ്യും, ലോകത്തില് ജനന മരണ ചക്രങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറയുകയാണ്. അപ്പം ഭർതൃഹൃദയത്തിനനുസരിച്ച് ജീവിക്കുന്ന ഭാര്യമാരില്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഗൃഹസ്ഥാശ്രമം സുഖപ്രദമാണെങ്കിൽ കൂടിയും കാരാഗൃഹവാസത്തിന് തുല്യമാണ് എന്നാണ് ഇവിടെ മൃഗണ്ടു പറയുന്നത്. അങ്ങനെ മൃഗണ്ടു എന്ത് ചെയ്യുകയാണ്, പൂർണ്ണമായിട്ടും ആ തപസ്സിലേക്ക് മുഴുകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ബ്രാഹ്മണൻ പുത്രനെ അവന്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമം തുടർന്നു. എന്നിട്ട് അപ്പോൾ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്യണം, വീണ്ടും തന്റെ പുത്രനെ ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം തുടരുകയാണ്. കാലാകാലത്തിൽ പാണീഗ്രഹണം ചെയ്ത ദേവാദിദേവന്മാർക്ക് ആവിർഭാഗം നൽകി ആരാധനാദികൾ അർപ്പിക്കാതെ വീണ്ടും തപസ്സനുഷ്ഠിക്കുക എന്നത് ശരിയായ ധർമ്മമല്ല. ഗൃഹസ്ഥാശ്രമ കർമ്മം പാലിക്കുന്നതിൽ കീർത്തിയും ശ്രേയസ്സും വർദ്ധിക്കുന്നതാണ്. വസിഷ്ഠ മഹർഷി ധർമ്മപത്നിയായ അരുന്ധതി ദേവിയെ ഒരു നിമിഷം പോലും വിട്ടുപിരിയാതെ തപോനിഷ്ഠകൾ പാലിച്ച് ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനായി വളരെ കാലം ജീവിതം നയിച്ചത് മകനെ നീ ഓർക്കുന്നില്ലെന്നുണ്ടോ? പാതിവൃത്യ മഹിമയുള്ള സ്ത്രീ മഹാതപസ് അനുഷ്ഠിക്കുന്ന മഹർഷിയേക്കാൾ ശ്രേഷ്ഠരാണ്. ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ ചിട്ടയായി നിർവഹിച്ച് ജീവിക്കുന്ന പുരുഷനും കുടുംബധർമ്മങ്ങൾ അനുസരിച്ച് ഭർതൃസേവാനിരതനായി ജീവിക്കുന്ന പതിവ്രതയായ സ്ത്രീയും തപസ് അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. അവരുടെ സത്പ്രവർത്തികൾ തപോ തുല്യമാണ്. അതുകൊണ്ട് മനസ്സിനിണങ്ങിയ ഒരു കന്യകയെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമം ആരംഭിക്കൂ മകനെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ബ്രാഹ്മണൻ വീണ്ടും ഉപദേശിക്കുകയാണ്. ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്ന ആ ഒരു വ്യക്തിക്ക്, അത് ഭാര്യയായാലും ഭർത്താവായാലും ശരി തന്നെ, അവർ ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് വേറെ തപസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അത് തന്നെ ഒരു തപസ്സാണ്. ധർമ്മങ്ങൾ പാലിച്ച് ആ ഒരു സത്യസന്ധതയോടുകൂടി ജീവിതം പുലർത്തി പോവാന്ന് പറയുന്നത് തന്നെ ഒരു തപസ്സാണ്. അതുകൊണ്ട് അവർക്ക് വേറെ തപസ്സിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ഒരു വിവാഹം കഴിച്ചേ പറ്റുകയുള്ളൂ എന്ന് ഇങ്ങനെ ആ ബ്രാഹ്മണൻ മൃഗണ്ടുവിനോട് പറയുകയാണ്, മകനോട് പറയുകയാണ്. പിതൃവചനം ധിക്കരിക്കുന്നത് പാപമാണെന്ന് മനസ്സിലാക്കിയ മൃഗണ്ടു ഒടുവിൽ വഴങ്ങി. തനിക്ക് വേണ്ടി പിതാവ് തന്നെ സദ്ഗുണസമ്പന്നയായ ഒരു കന്യകയെ കണ്ടുപിടിക്കുമെങ്കിൽ അവളെ താൻ അഗ്നിസാക്ഷിയായി പാണിഗ്രഹണം ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ചു. തുടർന്ന് കുച്ചക ബ്രാഹ്മണൻ സദ്ഗുണസമ്പന്നയായ വധുവിനെ അന്വേഷിച്ച് യാത്രയായി. വഴിമധ്യേ കുച്ചകമുനി അനാമയം എന്ന വനത്തിൽ എത്തിച്ചേർന്നു. ആ വനത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ഉസത്യാൻ എന്ന മുനിയുടെയും മംഗളദേവിയുടെയും പുത്രിയായ വൃന്ദയെ കുച്ചകമുനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ മൃഗണ്ട് പറയുകയാണ്, എങ്കിലും ഒരു ശരി, അച്ഛൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാനത് അനുസരിക്കാം. പക്ഷേ അച്ഛൻ തീരുമാനിക്കുന്ന ഒരു പുത്രിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ മൃഗണ്ടുവിന്റെ അച്ഛനായിട്ടുള്ള കുച്ചക ബ്രാഹ്മണൻ ഇങ്ങനെ സദ്ഗുണ സമ്പന്നയായിട്ടുള്ള ഒരു വധുവിനെ അന്വേഷിച്ചുകൊണ്ടിങ്ങനെ യാത്രയാവുകയാണ്. അപ്പം വഴിമധ്യത്തിൽ കുച്ചകമുനി അനാമയ എന്നുള്ള ഒരു വനത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പൊ ആ വനത്തിൽ ആണെങ്കിൽ ഉസത്യൻ എന്നും അതുപോലെ മംഗളദേവി എന്നും പറഞ്ഞ് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാര് തപസ് അനുഷ്ഠിക്കുകയാണ്. അപ്പൊ അവരുടെ പുത്രിയായിട്ടുള്ള വൃന്ദയെ കുച്ചകമുനിക്ക് ഇഷ്ടപ്പെടുകയാണ്.
ശുഭയോഗ മുഹൂർത്തത്തിൽ മൃഗണ്ടു വൃന്ദയെ പാണിഗ്രഹണം ചെയ്തു. ആ ദമ്പതിമാരുടെ പുത്രനാണ് മാർക്കണ്ഡേയൻ. അപ്പം അങ്ങനെ എന്താണ് ഈ പറയുന്ന കുച്ചകമുനിക്ക് വൃന്ദയെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ വൃന്ദയുമായിട്ട് അവിടെ വരികയാണ്. അങ്ങനെ ഈ മൃഗണ്ടു എന്ത് ചെയ്യുകയാണ്? വൃന്ദയെ പാണിഗ്രഹണം ചെയ്യുകയാണ്, വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ഈ മൃഗണ്ടുവിൻ്റെയും അതുപോലെ വൃന്ദയുടെയും പുത്രനായിട്ടാണ്, ദമ്പതിമാരുടെ പുത്രനായിട്ടാണ് മാർക്കണ്ഡേയൻ ജനിക്കുന്നത്. അങ്ങനെയാണ് മാർക്കണ്ഡേയൻ ജനിക്കുന്നത്. പുത്ര സൗഭാഗ്യം സിദ്ധിക്കുന്നതിനായി തപസ്സനുഷ്ഠിച്ച മൃഗണ്ടു മുനിക്ക് സർവേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും ബുദ്ധിഹീനരായ ദീർഘായുസുള്ള 100 പുത്രന്മാർ വേണോ, ബുദ്ധിയും ഭക്തിയും ഉള്ള അല്പായുസുള്ള ഒരു പുത്രൻ മതിയോ എന്ന് ചോദിച്ചു അത്രേ. ബുദ്ധിശക്തിയുള്ള അല്പായുസായ ഉത്തമനായ പുത്രനെയാണ് മൃഗണ്ടു മുനി ഈശ്വരനോട് ചോദിച്ചത്. അപ്പോൾ മൃഗണ്ടുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയുള്ള പുത്രനെയാണ് വേണ്ടത്? അതായത് ബുദ്ധിശക്തിയുള്ള അല്പായുസുള്ള ഉത്തമനായ പുത്രനെയാണോ വേണ്ടത്, അതോ ദീർഘായുസുള്ള 100 പുത്രന്മാർ, ബുദ്ധിഹീനരും ദീർഘായുസുള്ള 100 പുത്രന്മാരെയാണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മൃഗണ്ട് പറയുകയാണ്, തനിക്ക് ബുദ്ധിശക്തിയുള്ള അല്പായുസായിട്ടുള്ള ഒരു ഉത്തമനായിട്ടുള്ള പുത്രനെ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ശൈശവകാലം മുതൽ ശ്രീ പരമേശ്വര ഭക്തനായിരുന്നു മാർക്കണ്ഡേയൻ. അങ്ങനെ മാർക്കണ്ഡേയൻ ജനിക്കുകയാണ്. പക്ഷെ മാർക്കണ്ഡേയൻ ജനിക്കുമ്പോൾ തൊട്ടേ ശിവഭക്തനായിരുന്നു. ശൈശവകാലം മുതൽ തന്നെ ശ്രീ പരമേശ്വര ഭക്തനായിരുന്നു മാർക്കണ്ഡേയൻ. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുന്ന മാർക്കണ്ഡേയ ബാലകൻ ദിവസങ്ങളോളം അന്നാഹാരാദികൾ വെടിഞ്ഞ് നിഷ്ഠാഭരിതനായി കഴിഞ്ഞു പോന്നു. അപ്പം കുട്ടിക്കാലം മുതൽക്ക് തന്നെ മാർക്കണ്ഡേയൻ എന്ത് ചെയ്യുകയാണ്? ദിവസങ്ങളോളം ആഹാരങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് നിഷ്ഠാഭരിതനായിട്ട് കഴിഞ്ഞു പോരുകയായിരുന്നു. പരമഭക്തനായ മാർക്കണ്ഡേയ കുമാരന്റെ ആയുസ് അവസാനിച്ചു. അപ്പം അങ്ങനെ ഇരിക്കെ പരമഭക്തനായിട്ടുള്ള ആ മാർക്കണ്ഡേയന്റെ ആ ഒരു ആയുസ് അവസാനിക്കുന്ന സമയമായി. അവന്റെ പ്രാണനെ കൊണ്ടുപോകാൻ യമദൂതന്മാർ ആഗതരായി. പക്ഷെ മാർക്കണ്ഡേയ കുമാരനെ സമീപിക്കുവാൻ യമകിങ്കരന്മാർക്ക് സാധിച്ചില്ല. അവന്റെ തപോശക്തി അവരെ ചുട്ടുപൊള്ളിച്ചു. ഭയവിഹുലരായ യമകിങ്കരന്മാർ മടങ്ങിപ്പോയി. പക്ഷേ എന്ത് ചെയ്തു? മാർക്കണ്ഡേയ കുമാരനെ സമീപിക്കുവാൻ പോലും ആർക്ക് കഴിഞ്ഞില്ല? യമകിങ്കരന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ആ തപോശക്തി, ആ മാർക്കണ്ഡേയന്റെ തപോശക്തി, പരമശിവനോടുള്ള അത്രയും വലിയ തപോശക്തി കൊണ്ട് ആ യമകിങ്കരന്മാർക്കൊന്ന് മാർക്കണ്ഡേയനെ സ്പർശിക്കാൻ പോലും സാധിച്ചില്ല. നിങ്ങൾക്ക് ആ കഥ അറിയാലേ? മാർക്കണ്ഡേയനെ ഇങ്ങനെ ശിവലിംഗത്തിൽ പിടിച്ചു നിൽക്കുകയും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കാലനെ അവിടെ നിന്നും ഓടിക്കുകയും ചെയ്യുന്ന, കാലനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ആ ഒരു രംഗം. അങ്ങനെ മാർക്കണ്ഡേയനെ രക്ഷിക്കുന്ന ഒരു രംഗം. മാർക്കണ്ഡേയ കുമാരന്റെ ആത്മാവിനെ അപഹരിക്കുന്നതിന് യമധർമ്മ രാജാവ് തന്റെ മന്ത്രിയെ നിയോഗിച്ചു. പക്ഷെ അദ്ദേഹത്തിനും ആ ദൗത്യം നിർവഹിക്കാനായില്ല. സർവേശ്വര സന്നിധിയെ വിട്ട് മറ്റെവിടെയും ഞാൻ വരികയില്ല എന്നത്രേ മാർക്കണ്ഡേയ കുമാരൻ യമധർമ്മ രാജാവിന്റെ മന്ത്രിയെ അറിയിച്ചത്. ഒടുവിൽ യമധർമ്മ രാജാവ് തന്നെ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് പാശവുമായി മാർക്കണ്ഡേയ കുമാരനെ സമീപിച്ചു. ഒട്ടും കൂസാതെ കുമാരൻ പറഞ്ഞു, യമധർമ്മ, ശിവഭക്തന്മാർ നിന്നെ ഭയപ്പെടുകയില്ല. നിന്റെ അനുചരന്മാരോ ശ്രീ മഹാവിഷ്ണുവോ ബ്രഹ്മദേവനോ പോലും ശ്രീ പരമേശ്വരദാസനെ തൊടാൻ അറയ്ക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയ കുമാരൻ താൻ പൂജിക്കുന്ന ശിവലിംഗത്തെ ഗാഢമായി ആശ്ലേഷിച്ചു. മാർക്കണ്ഡേയന്റെ വാക്കുകൾ യമധർമ്മരാജനെ രോക്ഷാകുലനാക്കി. അപ്പൊ ആദ്യമേ മന്ത്രിയെ പറഞ്ഞു വിടുകയാണ് മാർക്കണ്ഡേയനെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ മാർക്കണ്ഡേയൻ പറയുകയാണ്, ഞാൻ ഒരു കാരണവശാലും ഇവിടെ ഈ ശിവലിംഗം വിട്ടില്ലെങ്കിൽ ഈ ശിവസന്നിധി വിട്ടിട്ട് എങ്ങോട്ടും വരികയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ മന്ത്രി പോയി യമധർമ്മരാജനോട് പറയുകയാണ്. അങ്ങനെ യമധർമ്മരാജൻ തന്നെ അവിടെ നേരിട്ട് വരികയാണ്. എന്നിട്ട് ആ യമപാശം കൊണ്ട് ബന്ധിച്ചുകൊണ്ട് വധിച്ചുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ആ യമധർമ്മരാജൻ അവിടെ വരികയാണ് മാർക്കണ്ഡേയന്റെ അടുത്ത്. പക്ഷെ മാർക്കണ്ഡേയൻ പറയുകയാണ്, നിനക്കൊരിക്കലും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ മഹാദേവ ഭക്തനാണ്. മഹാദേവ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ആർക്കും മരണത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് മാർക്കണ്ഡേയൻ പറയുകയാണ്. അതുകൊണ്ട് മാർക്കണ്ഡേയൻ എന്ത് ചെയ്യുകയാണ്? എന്നിട്ട് താൻ പൂജിക്കുന്ന ആ ശിവലിംഗത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്, ഗാഢമായി ആശ്ലേഷിക്കുകയാണ്. മാർക്കണ്ഡേയന്റെ വാക്കുകൾ യമധർമ്മനെ രോക്ഷാകുലനാക്കി. യമധർമ്മ രാജാവ് പാശം ചുഴറ്റി മാർക്കണ്ഡേയ കുമാരന് നേരെ വീശി. ശിവലിംഗത്തോട് ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന മാർക്കണ്ഡേയ കുമാരന്റെ കഴുത്തിൽ പാശം പതിക്കുമെന്നായപ്പോൾ ആശ്രിതവത്സലനായ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് കാലദേവനെ നിഗ്രഹിച്ച് ബാലകനെ രക്ഷിച്ചു. ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നവരുടെ ആയുസ് പോലും നീട്ടിക്കൊടുക്കുന്ന കൃപ. പക്ഷേ യമധർമ്മൻ ഇല്ലാതെ വന്നാൽ ലോകത്തിന്റെ ഗതി എന്താകും?
അതിഗുരുതരം തന്നെ. അതിനാൽ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ദേവേന്ദ്രാദി ദേവന്മാരും മരണദേവനായ യമധർമ്മനെ പുനർജനിപ്പിച്ചരുളണമെന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിച്ചു. അപ്പൊ മാർക്കണ്ഡേയകുമാരനെ ഇങ്ങനെ ആ ശിവലിംഗത്തില് ഗാഠമായി ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും യമധർമ്മ രാജാവ് മാർക്കണ്ഡേയനെ വധിക്കാനായിട്ട് വരികയാണ്. അപ്പം മാർക്കണ്ഡേയന്റെ മുന്നില് ആ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ആ രാജാവിനെ യമനെ വധിക്കുകയാണ്. മഹാദേവൻ വധിച്ചുകൊണ്ടാണ് ആ മാർക്കണ്ഡേയനെ രക്ഷിക്കുന്നത്. അപ്പം യമധർമ്മനെ വധിച്ചു കഴിഞ്ഞാല് കാലനില്ലാത്ത കാലം എന്നൊരു ഇത് വായിച്ചിട്ടില്ലേ നിങ്ങൾ? അതുപോലെ മരണം ഇല്ലാതെ ആയിപ്പോകും. അതുകൊണ്ട് ലോകത്തിന്റെ ഗതി എന്താകും എന്ന് ആലോചിച്ചിട്ട് ബ്രഹ്മദേവനും വിഷ്ണുദേവനും ദേവാദിദേവന്മാരും എല്ലാം മരണദേവനായിട്ടുള്ള യമധർമ്മ രാജാവിനെ പുനർജനിപ്പിച്ച് അരുളണമെന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കരുണാമയനായ ശ്രീ മഹാദേവൻ യമധർമ്മന് പുനർജന്മം നൽകി. അങ്ങനെ കരുണാമയനായിട്ടുള്ള ശ്രീ മഹാദേവൻ യമധർമ്മ രാജാവിന് പുനർജന്മം നൽകി അനുഗ്രഹിക്കുകയാണ്. ഇപ്രകാരം മുന്നറിയിപ്പ് കൊടുത്തു: യമധർമ്മ, രുദ്രാക്ഷവും ഭസ്മവും ധരിച്ച് നമ്മെ സദാ പൂജിക്കുന്ന ഭക്തന്മാരെ നീ സമീപിച്ചു പോകരുത്. എന്നിട്ട് മഹാദേവൻ പറയുകയാണ്, യമധർമ്മ, രുദ്രാക്ഷവും അതുപോലെ ഭസ്മവും ധരിച്ച് നമ്മെ സദാ പൂജിക്കുന്ന ഭക്തന്മാരെ നീ സമീപിച്ചു പോകരുത് എന്ന് പറയുകയാണ്. അപ്രകാരം സംഭവിച്ചാൽ ഇനിയും ഒരു ജന്മം നിനക്ക് കിട്ടിയെന്ന് വരില്ല. അപ്രകാരം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു ജന്മം നിനക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് യമധർമ്മനോട് പറയുകയാണ്. നമ്മുടെ ഭക്തരും നാമും ഒന്നെന്ന് ധരിക്കുക. നമ്മുടെ ഭക്തരും അതുപോലെ നാമും ഒന്നാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കുക. ശിവഭക്തന്മാർ യമധർമ്മനെ എന്നല്ല മഹാവിഷ്ണുവിനെയോ ബ്രഹ്മദേവനെയോ ഇന്ദ്രാദി ദേവന്മാരെയോ പോലും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നറിയുക. അപ്പം ശിവഭക്തന്മാർക്ക് യമധർമ്മനെ എന്നല്ല മഹാവിഷ്ണുവിനെയോ ബ്രഹ്മദേവനെയോ ഇന്ദ്രാദി ദേവന്മാരെയോ പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുക എന്ന് പറയുകയാണ്. ഇപ്രകാരം അരുളി ചെയ്ത ശ്രീ പരമേശ്വരൻ അന്തർദാനം ചെയ്തു. യമധർമ്മ രാജാവിന്റെ പിടിയിൽ നിന്ന് മാർക്കണ്ഡേയ കുമാരനെ രക്ഷിച്ചതുപോലെ ശ്രീ പരമേശ്വരൻ നമ്മയും മരണത്തിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും രക്ഷിച്ചരുളുന്നതുമാണ്. അപ്പം ഇപ്രകാരം അരുളി ചെയ്ത ശ്രീ പരമേശ്വരൻ അന്തർദാനം ചെയ്യുകയാണ്. യമധർമ്മ രാജാവിന്റെ പിടിയിൽ നിന്ന് മാർക്കണ്ഡേയ കുമാരനെ രക്ഷിച്ചതുപോലെ തന്നെ ശ്രീ പരമേശ്വരൻ നമ്മെയും മരണത്തിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും രക്ഷിച്ചരുളുന്നതാണ്. ഇങ്ങനെ കഥ പറഞ്ഞ ശേഷം സർവേശ്വര പാദങ്ങളിൽ അഭയം പ്രാപിക്കണമെന്ന് കശ്യപ മഹർഷി തന്റെ പുത്രന്മാരെ ഉപദേശിച്ചു. അപ്പം ഇങ്ങനെയെല്ലാം കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം കശ്യപ മഹർഷി പറയുകയാണ്, സർവേശ്വര പാദങ്ങളിൽ, ആ പരമശിവന്റെ സർവേശ്വരന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കണമെന്ന് കശ്യപ മഹർഷി തന്റെ പുത്രന്മാരെ ഉപദേശിക്കുകയാണ്. ഹരഹര മഹാദേവ. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഓം സ്കന്ദായ നമഃ. സർവം ശ്രീ സ്കന്ദാർപ്പണമസ്തു. ഹരഹര മഹാദേവ. ഹരേ കൃഷ്ണ. ഹരഹരോ ഹരഹര. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇത് ഒരു നല്ല ഭാഗമായിരുന്നു. ഇന്നത്തെ ഭാഗം എന്ന് പറയുന്നത് മാർക്കണ്ഡേയ കുമാരന്റെ ഭാഗം. അപ്പൊ അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നല്ലവരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്, കുടുംബത്തിലുള്ള നല്ലവരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ നല്ലവരായിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുപ്പമായിട്ടുള്ളവർക്കും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇപ്പം വളരെയധികം യുവത്വത്തിലുള്ളവർ പല രീതിയിൽ മരണപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അത് മനസ്സിലാക്കാം. ഹരഹര മഹാദേവ. ഹരഹരോ ഹരഹര. അപ്പം ഇന്നത്തെ ഒരു ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരും. അപ്പം മരണം എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതം ഇതൊക്കെ എന്ന് പറയുന്നത് നശ്വരമായിട്ടുള്ള ജീവിതമാണ്. അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് നാം ജീവിച്ചു പോവുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഉപദ്രവം ചെയ്യാതെങ്കിലും ഇരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഏത് ഇതിലാണെങ്കിലും നല്ലവരും ഉണ്ട്, കൊള്ളാത്തവരും ഉണ്ട്. പലരുടെയും ജാതകം, പലരുടെ നാള് നോക്കുമ്പോൾ ചില നാളുകൾ ദേവഗണത്തിലുള്ള നാളുകളായിരിക്കും, ചില നാളുകൾ അസുരഗണത്തിലുള്ള നാളുകളായിരിക്കും. എന്നാൽ ഈ അസുരഗണത്തിൽ വരുന്ന നാളുകളിൽ നല്ല സ്വഭാവമുള്ളവരുണ്ട്. അതുപോലെ തന്നെ അസുര കുലത്തിൽ ജനിച്ചതാണ് മഹാബലി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയായിരുന്നു.
പക്ഷെ അദ്ദേഹത്തെ വാമന ഭഗവാൻ അങ്ങനെ ചവിട്ടി താഴ്ത്തി. പക്ഷെ അവസാനം ഭഗവാൻ അദ്ദേഹത്തിനൊരു ലോകം തന്നെ കൊടുക്കുകയാണ്. സുതലം എന്ന് പറഞ്ഞൊരു ലോകം കൊടുത്തിട്ട് അവിടെ രാജാവായിട്ട് ഇപ്പോൾ വാഴുകയാണ്. അടുത്ത ഇന്ദ്രനായിട്ട് വരുന്നത് ഈ പറയുന്ന മഹാബലിയാണ്. അപ്പൊ അത്രയും ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അസുരകുലത്തിന്റെ ഒരു ശ്രേഷ്ഠ വ്യക്തിയാണ് മഹാബലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭദ്രദേവിയൊക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ അസുരകുലത്തിലും ശ്രേഷ്ഠരായിട്ടുള്ളവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിലും ദേവഗണ നക്ഷത്രത്തിൽപ്പെട്ടവരും ഉണ്ട്, അസുരഗണ നക്ഷത്രത്തിൽപ്പെട്ടവരും ഉണ്ട്. അതിൽ ദേവഗണ നക്ഷത്രത്തിൽപ്പെട്ടവരിലും നല്ലവരും കൊള്ളാത്ത എന്താ പറയുക ദുഷ്ട ഇതുള്ളവരും ഉണ്ട്, അസുരഗണ നക്ഷത്രത്തിലും ഉണ്ട് നല്ലതും ദുഷ്ടരായിട്ടും ഉള്ളത്. അപ്പം എല്ലാത്തിലും ഉണ്ട് നല്ലവരും കൊള്ളാത്തവരും അല്ലേ. അപ്പം ഈ മാർക്കണ്ഡേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരകുലത്തിലുള്ളതാണ് മാർക്കണ്ഡേയ, അത് മനസ്സിലാക്കുക. എന്നാൽ മാർക്കണ്ഡേയൻ എന്താണ്, വളരെ ഒരു പരമഭക്ത ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കണ്ഡേയൻ ആ മരണത്തിൽ നിന്ന് വരെ ഭഗവാൻ രക്ഷിച്ചു അല്ലേ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതിലല്ല കാര്യം, നാം എന്താണ് നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോടുള്ള ആ പ്രാർത്ഥന എന്താണെന്നുള്ളതിലാണ് കാര്യം, ആ നന്മയിലാണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ എന്ന് നോക്കാട്ടോ. പേരരസ്, കിട്ടു, ചന്ദന, ഹരിത, സുരേഷ്, കുടിയന്മല, അനു, രാജേഷ് രാജ, രാംജിത്ത്, രേവതി, വിഷ്ണുമായ സ്വാമി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാപം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നില്ല. വിഷ്ണുമായ സ്വാമി, ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഒരുപാട് മഹാപാപങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നുള്ളത്, മാതാപിതാക്കളെ നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. അത് കൊടിയ പാപമാണ്. കാരണം ഇപ്പം നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളെ എന്ന് എല്ലാം വാങ്ങിച്ചെടുത്തിട്ട് അവരെ തെരുവിലേക്ക് അടിച്ചിറക്കി കളഞ്ഞ ഒരു സംഗതി വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മഹാപാപമാണ്. പിന്നെ ഉള്ള ഒരു മഹാപാപം എന്ന് പറയുന്നത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ചിലര് ഗർഭചിത്രം ചെയ്യുന്നത്, അതൊരു മഹാപാപമാണ്. ചിലര് ചവിട്ടി കളയാറുണ്ട്, അങ്ങനെയൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പല ക്രൂരതകൾ ചെയ്യുന്നവരുണ്ട്. അപ്പം അതൊക്കെ മഹാപാപത്തിൽ വരുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹാപാപമാണ്. അതായത് ചിലർ ക്രൂരമായിട്ട് പീഡിപ്പിക്കും, അങ്ങനെയൊക്കെ പീഡനങ്ങൾ ചെയ്യുന്നത്, ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നത്, ഇതൊക്കെ എന്ന് പറയുന്നത് മഹാപാപത്തിൽ വരുന്നതാണ്. വലിയവരെ പീഡിപ്പിച്ചാലും അത് പാപമാണ്. പക്ഷേ മഹാപാപത്തിൽ വരുന്നതാണ് ചെറിയ കുട്ടികളെ, ഒന്നും അറിയാത്ത കുട്ടികളെയൊക്കെ ചിലർ പീഡിപ്പിക്കുന്നില്ലേ, ഇതൊക്കെ മഹാപാപത്തിൽ വരുന്നതാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന മഹാപാപമാണ്. അപ്പം അങ്ങനെയുള്ള മഹാപാപങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. പക്ഷെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള മഹാപാതകങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിലും. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഉപദേശിക്കാനേ കഴിയുള്ളൂ, നമുക്ക് പറയാൻ മാത്രമേ കഴിയൂ. പക്ഷെ ആരും ഇത് എന്താ പറയാ, അവരാ ഒരു കലിയിൽ പെട്ടിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പം ഇവരെയൊക്കെ അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനോ ഉപദേശിക്കാനോ കഴിയും. പക്ഷേ ഈ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ടൊരു കാര്യമില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു മുക്തി മാർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള, അത് ഈ ജന്മം അല്ല അടുത്ത ജന്മം ആയാൽ പോലും അടുത്തുള്ള ജന്മങ്ങളിലായാൽ പോലും പെട്ടെന്ന് തന്നെ ഒരു ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ, ആ ഒരു മുക്തിപദത്തിലേക്ക് മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മറ്റുള്ള അതായത് മറ്റുള്ള തെറ്റുകളൊന്നും ചെയ്യാതെ, പാപങ്ങളൊന്നും ചെയ്യാതെ, ചെറിയ പാപങ്ങളായാൽ പോലും ചെയ്യാതെ ആ ഒരു ഭഗവത് നാമങ്ങൾ പറഞ്ഞ്, ഹരേ കൃഷ്ണ നാമമൊക്കെ അതിനാണ് പറയുന്നത്. രാധേ കൃഷ്ണ നാമം, നാരായണ നാമം, നമശിവായ നാമം,
ദേവീയുടെ നാമങ്ങളൊക്കെ നമ്മൾ ഏത് നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മുക്തിയിലേക്ക് തന്നെയാണ്. അപ്പം അതിനാണ് നാമജപം ചെയ്യൂ എന്ന് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. കാരണം ഒരുപാട് ഇപ്പം നമുക്ക് ആരെയും ഇങ്ങനെയുള്ള രാക്ഷസരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയുക ദുഷ്ടരായിട്ടുള്ളവർ നമുക്ക് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവര് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്, മനസ്സിലായി. അവർക്കൊരു എന്താ പറയാ അവർ ആ ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ ചെയ്യും. ചിലർ മദ്യപിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, കൊലപാതകങ്ങൾ പല കാര്യങ്ങളും മദ്യപിച്ച് ആ മദ്യത്തിന്റെ പുറത്ത് ചെയ്യുന്നവരുണ്ട്, മനസ്സിലായോ. അപ്പം അതുകൊണ്ട് കലി ബാധിച്ചിരിക്കുകയാണ് എല്ലാവർക്കും. ടോട്ടലി നമ്മുടെ മൊത്തത്തിൽ കലി ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെയൊക്കെ ഈ പാപത്തിൽ നിന്ന് തിരുത്തിക്കൊണ്ട് വരാൻ, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഈ തെറ്റിൽ നിന്ന് തിരുത്തിക്കൊണ്ട് വരാന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ളവർ ഈ നാമജപങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ്, മനസ്സിലായോ. നാമജപങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നാമജപങ്ങൾ നടത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു മുക്തിപദം മോക്ഷത്തിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കുന്നതാണ്, മനസ്സിലായി. അപ്പൊ അതെല്ലാവരും ചെയ്യുക. നാമജപം ഹരേർ നാമ കലികാലത്തിൽ ഇതാണ് പറയുന്നത് നമ്മൾ, ഹരേർ നാമ. ഹരിനാമം അല്ലാതെ നമുക്ക് വേറെ ഒരു നാമം ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമശിവായ നാമം പറയുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ജന്മങ്ങളിലുള്ള പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള കൊടിയ പാപികൾ, മഹാപാപികളൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരിത് ഇല്ലാതാവുക, ആ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള പാതകികളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുക. നമ്മളെ എന്താ പറയാ നമ്മളെല്ലാവരും ഇതിലിപ്പോ ഒരു ഊരാക്കുടുക്കിൽ നമ്മളെല്ലാവരും പെട്ട് കിടക്കുകയാണ്, മനസ്സിലായോ. അപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറേയൊക്കെ നാം നമ്മിലേക്ക് ഒതുങ്ങുക എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിലും പോയി ചാടാതിരിക്കുക എന്നുള്ളത്. ചില പെൺകുട്ടികൾക്കൊക്കെ അബദ്ധം വരുന്ന പറഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് തിരിച്ച് മറുപടി കൊടുക്കുന്നതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്. ചില പുരുഷന്മാരായാലും അങ്ങനെ തന്നെയാണ്, മനസ്സിലായോ. അപ്പൊ ഇതിലൊന്നും നമ്മൾ പോവാതെ ആ ഭഗവത് ചിന്തയിലൂടെ നാം മുന്നോട്ട് പോവുക. നമുക്ക് എന്തൊക്കെ നല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, സംഗീത നൃത്തം കലകളുണ്ട്, ഇത്യാദി കലകളുണ്ട്. ആ കലകളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ജോലികളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, മനസ്സിലായോ. നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ ഇതുണ്ടോ അതിനെ നമ്മൾ ഇതാക്കി കൊണ്ടുവരിക, എന്നിട്ട് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, മനസ്സിലായോ. ഇങ്ങനെ നമ്മൾ പോവാന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ള ആരെയും നമ്മൾ എന്താ പറയാ കൂടുതലായിട്ട് അടുപ്പിക്കാതിരിക്കുക, നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, മനസ്സിലായോ. നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക. നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റീസ്, കലാപരമായിട്ട് വല്ല കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണർത്തിക്കൊണ്ടുവരാം. ഇനി ജോലി സംബന്ധമായിട്ടാണെങ്കിൽ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുക, മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യുക, വരിക, മനസ്സിലായോ. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. കാരണം നമ്മുടെ ഈ ലോകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതൽ നെഗറ്റീവ് പീപ്പിൾസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് നല്ല പീപ്പിൾസ് ആരാണ്, നല്ല ആൾക്കാർ ആരാണ്, കൊള്ളാത്തവർ ആരാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്, നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ടുള്ളൊരു മാർഗമായിട്ടുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ, മനസ്സിലായോ, ഈ ഒരു കലികാലത്തിൽ. അപ്പൊ അതുകൊണ്ട് നാമജപങ്ങൾ, തീർച്ചയായിട്ടും നാമജപങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ എനിക്ക് സ്ത്രീജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും വിളക്ക് കത്തിക്കാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിച്ച് നിങ്ങൾ നാമജപം നടത്തുക. പണ്ടൊക്കെ അമ്മമ്മമാരൊക്കെ വീടുകളിൽ വിളക്ക് കത്തിച്ച് രാമനാമങ്ങളൊക്കെ ജപിക്കുമായിരുന്നു, കൃഷ്ണനാമങ്ങളൊക്കെ, ശിവനാമങ്ങളും ശിവപഞ്ചാശ്വരി സ്തോത്രങ്ങൾ, ദേവി മഹാത്മ്യം, ദേവി നാമങ്ങളൊക്കെ ജപിക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള നാമജപങ്ങളൊക്കെ കുറഞ്ഞു വന്നു. രാമനാമജപം, കൃഷ്ണനാമജപം ഒക്കെ കുറഞ്ഞു വന്നു, ശിവനാമജപം കുറഞ്ഞു വന്നു, ദേവി നാമജപം, എല്ലാ നാമജപങ്ങൾ കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ചെയ്യാം, അത് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ക്രൂരായിട്ടുള്ളവർ നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ. അതാണ് പറഞ്ഞ ഹരേ കൃഷ്ണ നാമവും പറയാം, രാധേകൃഷ്ണ നാമം, അതുപോലെ തന്നെ പഞ്ചാശ്വരി, ശിവ പഞ്ചാശ്വരി നാമം, നാരായണ സ്തോത്രം, ദേവി മഹാത്മ്യം, ദേവി സ്തോത്രങ്ങൾ, അതുപോലെ കൃഷ്ണനാമങ്ങൾ പറയാന്നുള്ളത് ബെറ്റർ ആയിട്ട്. ഇപ്പം കലികാലത്തിൽ പറയേണ്ട നാമം ഇതാണ്,
കലിസന്ധരൻ നാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇനി രാധാറാണിയുടെ നാമം പറയാം. രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം ശ്യാം രാധേ രാധേ. ഇതും പറയാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം പറയാം. ഓം നമോ നാരായണായ, ഓം നമ ശിവായ. ഈ നാമങ്ങൾ പറയാം. ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നെ ദേവിയുടെ നാമങ്ങളുണ്ട്. അമ്മേ നാരായണ, സർവമംഗളമംഗൽ. നമുക്ക് ഏത് ഇതാണോ ഇഷ്ടം ആ ഇത് നമുക്ക് നാമങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാന്നുള്ളത്. അത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. കലികാലത്ത് നമുക്ക് അത് മാത്രമേ രക്ഷയുള്ളൂ. മനസ്സിലായോ? അപ്പം അത് ജപിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് വിരഹിയായ കശ്യപൻ എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ഹര ഹരോ ഹര ഹര.